നമസ്കാരം മാഷ്. നമസ്കാരം. പക്ഷേ ചൈനയുടെ ആഗോള തലത്തിലുള്ള സാങ്കേതികവും വ്യാപാര സ്വപ്നങ്ങളുടെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ചൈന അങ്ങനെയാണല്ലോ. ചൈന ലോകത്തിൻ്റെ മുന്നിൽ അവരുടെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ, പണ്ട് കാലത്ത് അങ്ങനെ വിശേഷിപ്പിച്ചത്, ആ ഇരുമ്പ് മറയ്ക്കുള്ളിൽ ചൈന പ്ലാൻ ചെയ്തിരുന്നത് പലതൊന്ന് ലോകത്തിന് ദൃശ്യമാണ്. പക്ഷെ അതിനേക്കാളും അദൃശ്യമായ പുതിയ ഒരുപാട് പ്ലാനുകൾ ചൈന ഉള്ളിൽ നടപ്പാക്കുന്നുണ്ട്. നോക്കൂ, ആലിബാബ എന്ന കമ്പനി മറ്റു കമ്പനികൾക്ക് വേണ്ടിയിട്ട് സ്വയം നവീകരണത്തിൻ്റെ പാതയിലൂടെ ആധുനിക ലോകത്തെ, അതായത് വെസ്റ്റേൺ വേൾഡിനെ മറികടക്കാനുള്ള സ്വയം നവീകരണത്തിൻ്റെ വഴികൾ നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ആലിബാബ എന്ന വലിയ, ആലിബാബയെ വിശേഷിപ്പിക്കുന്നത് ചൈനയിലെ ആമസോൺ എന്നാണ്. ആ കമ്പനി 54 ബില്യൺ അമേരിക്കൻ ഡോളറാണ് AI സാങ്കേതിക വിദ്യയിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ക്യൂൻ 3 മാക്സ് എന്ന പുതിയ ഒരു ആപ്പ് അത് വന്നിട്ടുണ്ട്. AI അധിഷ്ഠിതമായ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. വളരെ ആക്യുറസിയുള്ള, ചില ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ഈ കമ്പനികളെ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു മുന്നേറ്റം ചൈന നടത്തുമ്പോൾ ചൈന എന്താ പ്ലാൻ ചെയ്യുന്നത്? ചൈനയുടെ പ്ലാന്, ഒന്നാമത്തെ കാര്യം, അവർ ഈ അധ്വാനിച്ച് സമ്പാദ്യം ഉണ്ടാക്കുന്ന മുതലാളിമാരെ മുഴുവൻ ബൂർഷ്വാസി എന്ന് വിളിച്ചിരുന്ന ഒരു ചൈന മാറി. ചൈനയ്ക്ക് വന്ന മാറ്റാലോചിച്ചു അടിമുടി മാറി. മാത്രമല്ല, വലിയ തോതിൽ അധ്വാനിക്കുകയും ബുദ്ധി ഉപയോഗിച്ചിട്ട് വ്യവസായ സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുകയും അങ്ങനെ വലിയ ആസ്തി ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഈ ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത്. വലിയ മാറ്റാലോചിച്ചു. വലിയ മാറ്റം. പണ്ട് ഈ തൊഴിൽ സ്ഥാപനങ്ങൾ മുഴുവൻ അടിച്ചു പൊളിച്ചിരുന്ന, തകർത്തിരുന്ന, വിനാശങ്ങൾ നടത്തിയിരുന്ന, വലിയ തൊഴിൽ സമരങ്ങൾ നടത്തിയിരുന്ന ആളുകൾക്കാണ് പാർട്ടിയുടെ നേതൃത്വം. അത് മാറിയതിൻ്റെ വെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടവർ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആലിബാബയെ കുറിച്ചാണ്. ആലിബാബയുടെ കർത്താവും പിതാവും ഒക്കെ ജാക്മ ആണ്. ഈ ചൈന ഇന്ന് അഭിമാനം കൊള്ളുന്ന എല്ലാ കമ്പനികളും സ്വകാര്യ കമ്പനികളാണ്. പിന്നെ ഒരു മാറ്റമേ ഉള്ളൂ, ആ സ്വകാര്യ മുതലാളിമാരൊക്കെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ്, നേതൃനിരയിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ജാക്മയുടെ ഒരു ഗുണം കൂടി ഉണ്ട്. ആലിബാബ വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം കാണുന്ന, അടുത്ത കാലത്ത് വളരെ നേരത്തെ തന്നെ ആലിബാബ ഇന്ത്യയോട് വളരെ അനുഭവം വരുന്ന ഒരാളാണ്. ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ്. ഇന്ത്യയാണ് ഭാവി ലോകത്തിന്റെ പ്രതീക്ഷ എന്ന് നേരത്തെ വെട്ടി തുറന്ന് പറഞ്ഞ ഒരാളാണ്. ജാക്മയുടെ ഒരു പ്രസ്താവന ഇടയ്ക്കുണ്ടായിരുന്നു, ഈ ലോകത്തിന് വളരാൻ പോകുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള നഗരങ്ങളിൽ പ്രധാനപ്പെട്ട 6 or 7 നഗരങ്ങൾ ഇന്ത്യയിലാണ്. അതിൽ നമ്മുടെ ബാംഗ്ലൂർ ഉണ്ട്, നമ്മുടെ പൂനെ ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത്, ഇനി നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്കരുത്, ഇനി നിങ്ങൾ ഞങ്ങളെപ്പോലും നോക്കരുത്, ചൈനയിലേക്കും അല്ല നോക്കരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക. അത് വല്ലാത്തൊരു ഒരു പാഠമാണല്ലോ. അതുകൊണ്ട് ഇനി ഇന്ത്യയുടെ കാലമാണ്. മാത്രമല്ല, നിങ്ങളുടെ മോഡലാണല്ലോ. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അമേരിക്കൻ മോഡൽ ലോകത്തിന് സ്വീകാര്യമാവില്ല, കാരണം ആ ഡാറ്റയിൽ വൈവിധ്യമില്ല, ഒരുപോലെ ജീവിക്കുന്ന ഒരു ഡാറ്റയാണ്. അതാണ്. ചൈനീസ് മോഡലിനും സാധ്യത കുറവുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ പരിമിതി അറിയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾ ഒരു ചെറിയ മൂവ്മെന്റ് നടത്തുമ്പോൾ ഈ ഫയർവാൾ പോലെ ഞങ്ങളെ പിന്തുടരാൻ ആളുകളുണ്ട്. അത്ര എന്തായാലും ഉണ്ടല്ലോ. ചൈനക്ക് അതിന്റെ ഭരണകൂടത്തിന് അതിന്റെ പരിമിതി ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് ആകാശത്തോളം സ്വാതന്ത്ര്യമുണ്ട്, അപാരമായ വൈവിധ്യമുണ്ട്. ചേരിയിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട്, വമ്പിച്ച രമ്യഹർമ്മ്യങ്ങളിൽ താമസിക്കുന്നവരുമുണ്ട്, ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, ഇപ്പോഴും കാട്ടിൽ ജീവിക്കുന്നവരുമുണ്ട്. അപാരമായ വൈവിധ്യം. അതുകൊണ്ട് നിങ്ങളുടെ ഡാറ്റയാണ് ഇനി ലോകത്തിന് ആവശ്യമുള്ളത്. മൂന്നാമത്തെ കാര്യം കൂടി അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, അത് ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ മാതൃക ലോകത്തിന് സ്വീകാര്യമാകുന്നത് നിങ്ങളെ നോക്കി വളരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആഫ്രിക്കക്ക്, ലാറ്റിൻ അമേരിക്കക്ക്, സൗത്ത് ഏഷ്യ, അങ്ങനെ കുറേ രാജ്യങ്ങൾ മാതൃകകൾ. അതുകൊണ്ട് നിങ്ങളുടെ വിപണി തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ നോക്കി, അമേരിക്കയെ നോക്കി ബേജാറാവണ്ട, അമേരിക്കയുടെ താരിഫിന് മുമ്പിൽ നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറഞ്ഞൊരു ജാക്മ. അത് വലിയൊരു സന്ദേശമാണ്, അപാരമാണ്. അതുകൊണ്ട് ജാക്മയുടെ കമ്പനി വളരുന്നു. മാത്രമല്ല, ഏറ്റവും ഒടുവിലിപ്പോൾ അമേരിക്കയുടെ ഉപരോധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുക. അപ്പോൾ ജാക്മയുടെ കമ്പനിയാണ് ആലിബാബ. ആലിബാബ അതിൻ്റെ ഓഫീസ് ഓട്ടോമേഷനൊക്കെ ഉപയോഗിച്ചിരുന്നത് NVIDIA സോഫ്റ്റ്വെയർ ചിപ്പ്. NVIDIA വിലക്ക് ഏർപ്പെടുത്തി. ആലിബാബക്ക് ആലോചിച്ച് നോക്കൂ, വലിയ കസ്റ്റമറെ കിട്ടിയിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്ന അമേരിക്കയുടെ മണ്ടത്തരം എത്രയാണ്. അതിൽ നിന്ന് പഠിച്ചു ജാക്മ. ആലിബാബ പഠിച്ചു. ആലിബാബ കമ്പനി ഡൈവേഴ്സ് ചെയ്തു. ആലിബാബ ഇപ്പോൾ ചെയ്യുന്നത് സാറ് പറഞ്ഞ പോലെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിലേക്ക് വലിയ തോതിൽ 53 ബില്യൺ എന്നല്ലേ, 53 ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ 44 ലക്ഷം കോടി രൂപയാണ്. അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഷോപ്പിംഗ് സാമ്രാജ്യത്തിൽ നിന്നും എനിക്ക് തോന്നുന്നില്ല ഈ
ഒരു ഡൈവേർഷൻ വരുമ്പോൾ അവർ പക്ഷെ വളരെ പ്ലാൻഡ് ആയിരിക്കും അല്ലെ, ആലോചിച്ച് തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. തീർച്ചയായും ഡൈവേഴ്സൺ വേണമല്ലോ. കാരണം ഈ വലിയ വലിയ അത് അദ്ദേഹം ഉപേക്ഷിക്കും തോന്നില്ല. അദ്ദേഹം അതുകൊണ്ട് സമ്പാദിച്ച ഒരാളാണല്ലോ. B2B അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് അത് തന്നെയാണ് ആ മേഖലയിൽ. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഈ സൂക്ഷ്മമായ ഈ ചിപ്പ് വ്യവസായത്തിലേക്ക് കണ്ണുവെക്കുന്നു എന്നുള്ളത് ഏറ്റവും പുതിയ ആവശ്യങ്ങളാണ് പരിഗണിച്ചുകൊണ്ട്. ഇതിൽ വലിയൊരു പ്രത്യേകത കണ്ടത് മാഷേ, ഞാനിപ്പോൾ അത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം തന്നെ പറയാം. ഈ ചാറ്റ് ബോട്ടുകൾക്ക് കൃത്യമായ പ്രോംപ്റ്റുകൾ കൊടുക്കുന്നതിലൂടെയാണ് ഉത്തരം അവ നൽകുന്നത്. ഈ പ്രോംപ്റ്റിങ്ങിലാണ് നമ്മുടെ ഒരു അവധാനത വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ഈ കോഡുകൾ എഴുതുകയും തീരുമാനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ ഒരു വർക്ക് ഫ്ലോ ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നടപടികൾ സ്വയം ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ക്വിൻ 3 Max എന്ന് പറഞ്ഞിട്ടുള്ള അത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. വളരെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ പ്രോംപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ AI നമ്മുടെ മനസ്സ് പിടിച്ചെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ അൽഗോരിതം നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് കണ്ടെത്തും. എന്നിട്ട് നമുക്ക് വേണ്ടി കോഡിങ് ചെയ്യും. കോഡ് രൂപീകരിക്കും, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും, നമുക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കി തരും. ചൈനയുടെ മോഡലായിട്ടുള്ള ഡീപ് സീക്കിനെ വരെ പിന്നിലാക്കി. അതെ, തീർച്ചയായും ഡീപ് സീക്കിനെ പിന്നിലാക്കി. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ചാറ്റ് GPT ഉണ്ടല്ലോ, അമേരിക്കയുടെ OpenAI എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. മുഖ്യ എതിരാളിയാണ് ഇപ്പോൾ അല്ലേ? മുഖ്യ എതിരാളിയാണ്. ചാറ്റ് GPTയെ പിന്നിലാക്കുക എന്നുള്ളത് ഇപ്പോൾ ലക്ഷ്യമാണ്. പക്ഷേ ആ ലക്ഷ്യം അതിവിദൂരമല്ല. ചാറ്റ് GPTയെ പിന്നിലാക്കുക എന്നുള്ളത്. ചാറ്റ് GPT ആണ് അദ്ദേഹത്തിന്റെ ഓപ്പണന്റ്. അത് വേണമല്ലോ. എതിരാളി ഒരിക്കലും ചില്ലറക്കാരെ എതിരാൻ പോരുത്. അദ്ദേഹം നേരിടുന്നത് വമ്പന്മാരെയാണ്. ചാറ്റ് GPTയെ പിന്നിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ ക്വൻ 3 Maxന്റെ ലക്ഷ്യം അതെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മാത്രമല്ല വലിയ പ്രതീക്ഷയോടെ ലോകം അതിനെ സ്വീകരിക്കുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൽ വലിയ തോതിലാണ് അലിബാബയുടെ സിംഗപ്പൂരിലെ 7% വളർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വളർച്ചയാണ് കമ്പനി. അതുകൊണ്ട് മാത്രമല്ല അതിന്റെ പിന്നാലെ ഈ മേഖലയിലേക്ക് ഒരുപാട് ചൈനീസ് കമ്പനികൾ വരികയാണ്. ചൈനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് അത്രേ ഈ ടെക് മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ. ഒരാളും ഇതിനു മുമ്പ് ഇത്ര വലിയ ഭീമമായൊരു തുക ടെക്കിൽ നിക്ഷേപിച്ചിട്ടില്ല. ടെക്നോളജി ലോകവ്യാപകമായി നോക്കുമ്പോഴും ആയിരിക്കും. തീർച്ചയായിട്ടും അല്ല, ലോകത്തിന് വരെ അത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഏതായാലും $53 ബില്യൺ എന്ന് നിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ സ്വയം നവീകരണത്തിന്റെ വഴിയിലേക്ക് നീങ്ങാൻ കമ്പനികളെ ചൈന ആഹ്വാനം ചെയ്യുമ്പോൾ ഇതൊരു പുതിയ യുദ്ധത്തിനും കൂടെ വഴി തുറക്കുക. തീർച്ചയായിട്ടും ഇനിയുള്ള യുദ്ധം അതാണ്. ആ യുദ്ധത്തിൽ പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ നിർമ്മിക്കുക എന്ന് ചൈന അതിൻ്റെ ആ രാജ്യത്തെ ടെക്കികളോടും ആ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന തൊഴിൽ സമൂഹത്തോടും പറയുകയാണല്ലോ. സാധ്യതകളും സ്വാതന്ത്ര്യത്തിന്റെ ഒരു വഴി അവർ തുറന്നിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യത്തെ പുനർനിർവചിക്കുകയാണ്. ഇതിൽ സമാനമായൊരു വാക്യം നമുക്ക് ഓർമ്മിക്കാനുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ പുതിയ കാലത്തെ അർത്ഥമുണ്ട്. അതാണ് 80 കൊല്ലം മുമ്പ് 78 കൊല്ലം മുമ്പുള്ള സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥമല്ല. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം സമ്പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ സ്വാശ്രയമാകണമെങ്കിൽ നമ്മുടെ എല്ലാം നമ്മുടേതാകണം. നമ്മുടെ കയ്യിൽ സ്വദേശി സോഷ്യൽ മീഡിയ ഇല്ല. എൻ്റെ രാജ്യത്തെ ചെറുപ്പക്കാരെ വരുവിൻ, നിങ്ങൾ ജോലി ചെയ്യുവിൻ, നിങ്ങൾ കണ്ടെത്തുവിൻ, നിങ്ങൾക്ക് സകല പിന്തുണയുമായി രാഷ്ട്രം കൂടെയുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ അവർ ഉണരുന്നത്. അതിന്റെ വളർച്ച ഇന്ത്യക്ക് കാണാനുണ്ട്. ഈ അമേരിക്ക പലപ്പോഴും ഒരു വാർണിംഗ് പലപ്പോഴും ഭാരതത്തിന് ലോകം നൽകുന്നുണ്ട്, ലോകത്തെ അത്തരത്തിലുള്ള ആളുകൾ നൽകുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് ഈ പറയുന്ന ഇന്റർനെറ്റും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവർ ക്ലോസ് ചെയ്ത് ഭീഷണിയാണ് സർ. ദേശീയ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. അവരൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അപകടത്തിലാവും. മുഴുവൻ കമ്മ്യൂണിക്കേഷൻ നിലച്ചു പോകും. നമ്മൾ ഇരുട്ടിൽ അകപ്പെട്ടു പോകും. അപ്പോൾ ആ സമയത്ത് ഇന്ന് നടത്തുകൊണ്ട് ഈ പോരാട്ടം, ചൈന നേതൃത്വം നൽകുന്ന പോരാട്ടം ചൈനയുടെ മോചനത്തിന് മാത്രമല്ല, ചൈനയിൽ പുതിയ സാധ്യത. അമേരിക്കയിലെ ഈ H1B വിസ നിയന്ത്രണം വന്നപ്പോൾ നമ്മുടെ ടെക്കുകളെ മുഴുവൻ ഉപദ്രവിക്കാൻ നിന്നപ്പോൾ ചൈന തുറന്നു വെക്കുകയാണ്. നിങ്ങൾ വരുവിൻ, ലോകത്തിലെങ്ങുമുള്ള ടെക്കുകളെ വരുവിൻ, നിങ്ങൾക്കിതാ ഇപ്പോൾ ഇത്ര വലിയ നിക്ഷേപത്തിലൂടെ വലിയ സാമ്രാജ്യം തുറന്നു വെക്കുക. അവരൊരു പുതിയ ഭാഷാ മോഡൽ രൂപീകരിക്കുമ്പോൾ, അവരൊരു പുതിയ സാങ്കേതിക മോഡൽ രൂപീകരിക്കുമ്പോൾ നമുക്കത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നിങ്ങളും ഈ വഴിയിൽ സഞ്ചരിക്കൂ എന്ന് പറയുന്ന ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ആധികാരികമായി അത് ഉപയോഗിച്ച ഒരാൾ, അനുഭവസ്ഥൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയ നല്ല ഭാഷാ മോഡലാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. നല്ല ഭാഷാ മോഡലാണ്, നല്ല ആക്യുറസി ഉണ്ട്, നല്ല മലയാളം. അത് ഞാൻ LLM നല്ല ഭാഷാ മോഡൽ എന്ന് ഞാൻ പറയുന്നത്. ആ രംഗത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗം കൂടിയാണത്.
നമുക്കിനിയും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ പറയുന്ന Qwen3 പോലുള്ള AI അധിഷ്ഠിത ആപ്ലിക്കേഷൻസിന് നൽകാൻ കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ലോകം മാറുകയാണ്. അതെ അതെ, ലോകത്തിന് വേണ്ടി ഒരു പക്ഷേ അലിബാബയുടെ ഒരു അംബാസഡർ കൂടിയായിട്ട് റോബിൻ തിരുമല മാറുകയാണ്. തീർച്ചയായിട്ടും കമ്മീഷൻ കൊടുക്കാൻ വ്യവസ്ഥ ഇല്ലാന്ന് അദ്ദേഹത്തെ പോലെ ഒരു ദാർശനികനായിട്ടുള്ള ഒരു വ്യവസായിയുടെ നമുക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ആത്മാർത്ഥമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. ആളുകൾ കേൾക്കുകയും ആളുകൾ ഉപയോഗിച്ചു തുടങ്ങുകയും ചെയ്യട്ടെ. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.